ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 വെജ് ഡിഷസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള വേണം. പിന്നെ ഒരു 4 പച്ചമുളക്. അപ്പം പച്ചമുളകിൻ്റെ എണ്ണം 4 മുതൽ 6 വരെ ആവാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയെടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാരറ്റിനെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവിയിലിരുന്നിട്ട് വേണം നമ്മുടെ ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അത്രയ്ക്കുമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റും കൊണ്ടൊക്കെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2 പ്രാവശ്യം തളിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തിളച്ച് വരണം, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്നുള്ള ആവി വരണ സമയമില്ലേ, ആ സമയത്ത് നമ്മൾ മൂടി തുറന്നിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളൊക്കെ മഞ്ഞൾപ്പൊടി. കണ്ടോ, ഇപ്പം ഞാൻ ആ ചേർത്ത് കൊടുത്ത വെള്ളത്തിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അതിനെ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യം വരത്തില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വെന്തിരിക്കും കേട്ടോ. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇനി ഈ വെന്ത ക്യാരറ്റിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിടുക. ഇതിനെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് താളിച്ചിടാം. ഇനി ഒരു പാൻ വെച്ച് ഇതുപോലെ തന്നെ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ച് നല്ലത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കീറിയിടുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് ഇതിനെ വേവിക്കുക. ഇത് പ്ലെയിൻ ക്യാരറ്റ് തോരനാണ്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ മുട്ട ചിക്ക് ചെയ്ത് ചേർക്കുകയോ അല്ലെങ്കിൽ ചെറുപയർ വേവിച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് ടേസ്റ്റ് കുറവുണ്ടെന്നല്ല, പക്ഷേ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് നമുക്കതിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് എന്നൊക്കെ പറയുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ആഴ്ചയിലുള്ള വീക്ക്ലി മെനു പ്ലാനിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലത്തെ ഡിഷസ് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് ബീട്രൂട്ട് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബീട്രൂട്ടാണ്. ഇതുപോലത്തെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ സൈസ് 2 ഉരുളക്കിഴങ്ങുമാണ് വേണ്ടത്. അപ്പം അതിൻ്റെ 2ൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് എന്നൊക്കെ പറയുന്നത് കളറുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഈ കളറുള്ള വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം റിച്ച് ആയിരിക്കും. അപ്പം നമ്മളെ കുറച്ചും കൂടെ ചെറുപ്പമായിട്ടൊക്കെ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. സത്യമാണോ എന്നറിയില്ല. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, പറയാതെ തന്നെ അറിയാവുന്നതാണ്, ഇതെല്ലാം വളരെയധികം വൈറ്റമിൻസ്, മിനറൽസൊക്കെ ലോഡഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെന്ന്. എസ്പെഷ്യലി ബീട്രൂട്ട് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് അവർക്ക് ആ സമയത്ത് ചിലപ്പം BP ഒക്കെ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് കൂടുതൽ വേണ്ട സമയമാണ്. അപ്പം ഈ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് വേണ്ടത്. ഇതുപോലത്തെ ഒരു ചെറിയ സൈസ് 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കണത്. അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ സവാളയാണ് വേണ്ടത്. ചെറിയ സവാളയും ഇതുപോലെ തന്നെ
കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളകും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് മധുരമുള്ള വെജിറ്റബിൾസ്. അപ്പോൾ അതിൽ ഇച്ചിരി എരിവിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എരിവ് ഇച്ചിരി കൂട്ടിയിടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇടുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകൊക്കെ മതിയാവും നമുക്ക്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടാതെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പൊട്ടാതെ ചേർത്ത് കൊടുത്ത് നമ്മളിത് കഴിക്കുമ്പോഴേക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് കയറി വരും. അപ്പം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അര ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ കൂടിയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മേലേക്കല്ല വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് വേണം നമ്മുടെ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും വെന്ത് വരാൻ. അപ്പം ഞാൻ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞു, നമ്മൾ തളിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ആവി കൊണ്ട് വേണം ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ, ഇതിൻ്റെ നടുഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളിനി ഇത്രയും പാർട്ട് കഴിഞ്ഞാൽ വേറെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഞാൻ തുറന്നു നോക്കിയപ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 2 ഡിഷസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.